ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. ആദ്യത്തെ ഹെയർ 1 വർഷത്തിന് മുകളിലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്. 2ാമത്തെ തവണയും പിന്നെ ഇപ്പോഴും ഞാൻ നാനോപ്ലാസ്റ്റിയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാനോപ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഹെയറിന് ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പം തിക്നെസ് തീരെ കുറഞ്ഞ് ആദ്യം വരുന്ന സമയത്ത് ഇവിടം വരെയുള്ളായിരുന്നു, ഷോൾഡർ വരെ. അപ്പോൾ അത് ലെങ്ത് വെച്ച് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടെ തിക്കായിട്ടൊക്കെ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്റ്റൻഷനോടെ ചെയ്തിട്ടുണ്ട് ഹെയർ. അത് നമുക്കിവിടെ വരുന്ന ഹെയർ ലെങ്ത് ഉള്ളത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന് അതിൽ തന്നെ ഞാൻ തന്നെ ചെയ്തെടുത്തത് ആ ഹെയർ. അപ്പോൾ അത് കാണാം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇനി അത് അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാം. ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ അതും ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ ഹെയർ നമ്മുടെ അടുത്ത് ഒരു 6 മാസം മുൻപ് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഭയങ്കര ചുരുണ്ട് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ ആ ഹെയറിനെ ലെങ്തും വെച്ചിട്ടുണ്ട്, അത്രയും കേൾസ് കിട്ടുന്നില്ല. അപ്പം ഒരു 50% കുറവാണ് കേൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഫേസിന് ചേരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ റൂട്ട് ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കെരാറ്റിൻ ചെയ്തിട്ടില്ല കുട്ടിക്ക്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. ഇത് ഒരു വർഷത്തിൽ കൂടുതലായി, ഇപ്പോൾ 1.5 വർഷത്തോളം ആയതാണ് ഇത് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ്. അപ്പോൾ ഞാൻ നാനോപ്ലാസ്റ്റിയാണ് ചെയ്തത്. നാനോപ്ലാസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹെയർ എക്സ്റ്റൻഷനും കൂടെ ചെയ്യുകയാണ്, റിങ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ലെയർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, കൂടുതൽ വെച്ചിട്ടില്ല. കാരണം ഈ ഒരു ലെയർ ആകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കൂടുതൽ ലെയറുകളാവുന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു ലെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കെട്ടിയും വെക്കാം, കാണത്തതും ഇല്ല ഇടയ്ക്കെങ്ങും. കാരണം കുറേ ലെയറുകളാകുമ്പോഴേ കിളിർത്ത് താഴോട്ട് വരുമ്പം ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെയർ മാത്രം. ഇനി അത് ഒരു 3.5 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴോ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് മുകളിലേക്കാക്കി കൊടുക്കാനും പറ്റും. ഇത് 2ാമത്തെ ഹെയർ, നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറും ഒരുപാട് ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തതും. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാൻ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഈ ഹെയർ 6 മാസമൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇനി റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. കാരണം കുറച്ച് ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയർ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പം ആ ഒരു ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. വീട്ടിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഹെയർ പാക്കൊക്കെ അല്ലേ എല്ലാ ആഴ്ചയിലും ചെയ്യണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇത്രയും മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് ഇടാം. അത് ഏറ്റവും നല്ലതാണ്. ഇത് 3ാമത്തെ ഹെയർ. 6 മാസത്തിൽ കൂടുതലായി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിട്ട്. അന്ന് നല്ല കേൾസുള്ള ഹെയറും ഫ്രിസി ആയിരുന്ന ഹെയർ. അപ്പോൾ ഈ ഹെയർ നമ്മളിപ്പം റൂട്ട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ റൂട്ട് ടച്ച് മാത്രമേ ഇപ്പം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കെരാറ്റിൻ ചെയ്തില്ല. കാരണം ഒരുപാട് ഡ്രൈനെസ് ഇല്ല. ഡ്രൈനെസ്സൊക്കെ മാറി. ഇത് ഹെയർ കളറൊന്നും ചെയ്യുന്ന ഹെയർ അല്ല, അതുകൊണ്ട് ഡ്രൈനെസ് ഇല്ല ഹെയറിന്. ഇനി വരുമ്പോൾ കെരാറ്റിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കെരാറ്റിൻ ചെയ്യണം. അതുപോലെ തന്നെ ചെയ്തിട്ട് പോകുന്നവർ നമുക്ക് പാർലറിൽ പോയി ഇപ്പോൾ പ്രോട്ടീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ ഹെയർ പാക്ക് യൂസ് ചെയ്യണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എണ്ണം എടുക്കാവും. എഗ് വൈറ്റ് ഒരു എഗ്ഗിൻ്റെ എടുക്കാം. പിന്നെ അലോവേര ജെല്ല് ആവശ്യത്തിന് എടുക്കാം. ഇതാണ് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. എന്നിട്ട് ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം ഇത്രയും ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക, കണ്ടീഷണർ ഇടുക, ഹെയർ സിറം അപ്ലൈ ചെയ്യുക. അത്രയും ചെയ്യണം. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. അല്ലാതെ ഇത് പാക്ക് ഇട്ടിട്ട് വെറും വാട്ടറിൽ മാത്രം വാഷ് ചെയ്ത് കളയരുത്. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ ഹെയർ പെട്ടെന്ന് സ്റ്റിക്കി ആവും. അതുകൊണ്ട് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു വാഷ് ചെയ്യേണ്ടത്. അതുപോലെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ തല വാഷ് ചെയ്യത്തുള്ളെങ്കിൽ ആ വാഷ് ചെയ്യുന്ന ദിവസം നമ്മൾ ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കണം. അല്ല, ദിവസം വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള ഒരു ഓയിലുണ്ട്, അത് നമ്മുടെ ഹെയറിലേക്ക് ഇറങ്ങുകയും അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ഹെയർ ഒട്ടിക്കിടക്കും, ഭയങ്കര സ്റ്റിക്കി ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് പിന്നെ ദിവസവും വാഷ് ചെയ്യുന്നവർ വേണ്ട. ആഴ്ച ഒരു ദിവസമൊക്കെ തല നനയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം ഇരിക്കുമ്പോഴേക്കും നനയ്ക്കത്തുള്ളെങ്കിൽ ഷാമ്പു.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരമൂട്. ഞാൻ ചാരമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്